ഗോതമ്പ് മാവ് കൊണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മതി. ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. അത് ആവശ്യത്തിന് ഗോതമ്പ് മാവ് എടുക്കുക. ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് 1 or 2 കപ്പ് അതല്ലെങ്കിൽ അതിൽ കൂടുതൽ, അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മറ്റുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന പഴമാണ്. നമ്മൾ ഗോതമ്പ് മാവ് എടുക്കുന്ന അനുസരിച്ച് വേണം പഴം എടുക്കാൻ. കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് പഴം എടുക്കണം. അപ്പോൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പാളയംകോടൻ പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി അരച്ച പാളയംകോടൻ പഴത്തിൻ്റെ മിക്സാണ് ചേർത്തത്. അതുകൂടാണ്ട് നമുക്ക് വേണ്ടത് ശർക്കരപ്പാനി. കുറച്ച് ശർക്കരപ്പാനി ഞാനിതിൽ ചേർക്കുന്നുള്ളൂ, കാരണം ഏലക്കായും പഞ്ചസാരയും കൂടിയാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം മധുരം രണ്ടിൻ്റെയും കൂടി വരും, അതുകൊണ്ട് ശർക്കരപ്പാനി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാക്കൊത്താണ്. തേങ്ങ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കുക ചെറുതായിട്ട്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ ഏകദേശമൊക്കെ ഒന്നായിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഒന്ന് ലൂസാവണം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിൽ കുറച്ച് ചേർക്കുകയാണ്. നിങ്ങൾക്ക് ശർക്കരപ്പാനി തികഞ്ഞില്ല, ആവശ്യത്തിനെടുത്തിട്ടും പിന്നീട് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നു തോന്നുകയാണെങ്കിൽ ഒരു ശകലം വെള്ളം ഒഴിക്കാം, കുഴപ്പമില്ല. ബാറ്റർ ഒന്നും കൂടി ഒന്ന് പരുവത്തിലേക്കൊന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി ബേക്കിംഗ് സോഡ. 1 പിഞ്ച് ബേക്കിംഗ് സോഡയും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കായും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ജീരകം പൊടി ചേർക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഏലക്ക പൊടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജീരകവും കൂടി ചേർത്ത് പൊടിച്ചാലും കുഴപ്പമില്ല, അതും ഒരു ഫ്ലേവർ കിട്ടും, നല്ലതാണ്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ 1 or 2 നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തത് കാരണം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് മാവ് കുറച്ചൊന്ന് സെറ്റായി വരും. അന്നേരം നമ്മളൊന്നും കൂടി അതിൻ്റെ ആ ഒരു ലൂസ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒത്തിരി തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ആ ബാറ്റർ ഒന്ന് ലൂസാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഗോതമ്പ് ഉണ്ണിയപ്പം, അതിനുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ബാറ്റർ ചെയ്തെടുക്കുക. ഒരുപാട് തിക്കല്ല, ഒരുപാട് ലൂസും അല്ല. നമ്മുടെ ഇതിൽ നിന്ന് സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ നമ്മളിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇവിടെ വെച്ചു. അതൊന്ന് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പഴയ ഉണ്ണിയപ്പച്ചട്ടിയാണ്, ഒരുപാട് ഉപയോഗിച്ചതുമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് എണ്ണ നമുക്ക് ചൂടായതിന് ശേഷം ഇതിൽ ഓരോ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. ഈ ചട്ടി കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ സ്റ്റൗവിലേക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമുക്ക് ഓരോ സ്പൂൺ എടുത്ത്, എണ്ണ ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതിൻ്റെ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം അങ്ങനെ കരിവ് പിടിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് 2 സൈഡും നല്ല രീതിയിൽ മൂത്ത് ഉണ്ണിയപ്പം അതിൻ്റെ പാകമാവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം കണ്ടോ, എല്ലാം ഏകദേശം നല്ല കളറിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. മറു സൈഡ് മൂക്കുന്നതിന് വേണ്ടി മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ പതുക്കെ ഓരോന്നായിട്ട് എടുക്കുക. മാറ്റി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പം, വീറ്റ് ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ്. ഏകദേശം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞും മൂത്തുമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സെറ്റ് ഇച്ചിരി പെട്ടെന്ന് മൂത്ത് പോയിരുന്നു. രണ്ടാമത് ചെയ്തപ്പോൾ അത് ശരിയായി വന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടി എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ വിഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. ഇനിയുള്ള വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓണാക്കുക.